ഹായ് ഗേസ്, വെൽക്കം ടു വാരിയരേജ്. ഇതേ എൻ്റെ അനിയത്തിയുടെ വീടാണ്. കണ്ടോ, ഇന്ന് എൻ്റെ അനിയത്തിയുടെ വീട്ടിലോട്ടാണ് ഞാൻ പോകുന്നത്. എന്തിനാണെന്നറിയുമോ? അന്ന് ഞങ്ങൾ കുറേ ചെടി വാങ്ങാൻ പോയില്ലേ, അനിയത്തിയും ഞാനുമായിട്ട്. അതെല്ലാം ഒന്ന് നടാൻ പോവുകയാണ് നമ്മൾ. അളവിട് ഗാർഡനാണ് കേട്ടോ, പക്ഷേ ഇപ്പോഴേ അതൊരു ഗാർഡൻ തന്നെയാണ്. എന്നാലും അവൾക്ക് ഇതൊന്നും പോരാ, നല്ല രീതിയിൽ വിപുലപ്പെടുത്തണമെന്നുള്ള ചിന്തയിലാണ് ഇത്രയും ചെടികൾ അവിടെ ചെന്ന് ഞങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നത്. അതെല്ലാം അതാ വെട്ടി നടാൻ പോകണം. കണ്ട, ഇതൊരു പൂന്തോട്ടം തന്നെയാണ്, എന്നാലും നല്ല രീതിയിൽ കൊണ്ടുവരണമെന്ന് നമുക്ക് ആഗ്രഹം. അത് കാരണം ഇതാ കണ്ടോ, ഇതൊക്കെ ഇങ്ങനെ ചെടികളൊക്കെ കെട്ടിത്തൂക്കി നല്ല ഭംഗിയായിട്ടാണ് അവൾ സൂക്ഷിക്കുന്നത്. അവർക്ക് റെയിൽവേയിലാണ് ജോലി കേട്ടോ. അത് കാരണം അവിടെ ഗസ്റ്റൊക്കെ വരുമ്പോഴേ വീട് അലങ്കരിച്ചിടുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എല്ലാ ചെടികളും ഒക്കെ അങ്ങനെ വച്ചലങ്കരിച്ച് കണ്ട, ഒരു നേഴ്സറി തന്നെയാണ് ഇപ്പോഴേ അവളുടെ വീട്. എന്നാലും ഇതൊന്നും പോരാ, നല്ല രീതിയിൽ ഇനിയും ചെടികളൊക്കെ വേണമെന്നുള്ള ചിന്തയാലാണ് ഇപ്പോഴും കുറേ ചെടികളൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് വയ്ക്കാൻ പോകുന്നത്. കണ്ടോ, ഇതെല്ലാം ഒന്ന് ഇവിടെ ഉള്ളതാണ്. കണ്ട, ആന്തോറിയം തന്നെ നോക്കി, എന്ത് ആന്തോറിയം ഉണ്ട്. കണ്ടോ, ചക്ക ഇതൊക്കെ ഇഷ്ടംപോലെ കായ്ക്കുന്ന ഒരു പ്ലാവാണ്. കണ്ടോ, ഇതെല്ലാം അവളെ ഒരു ഹോബിയാണ്. സമയമില്ലെങ്കിൽ ഇതിനൊക്കെ സമയം കണ്ടെത്തി ഇതെല്ലാം ചെയ്യും. ഇതാണ് അനിയത്തി. ഈ അനിയത്തിക്ക് വേണ്ടിയാണ് നമ്മളിന്ന് ഫ്രൂട്ട്സ് തോട്ടം നിർമ്മിക്കാൻ പോകുന്നത്. കണ്ടാലോ? കാണാം, വരൂ. ഫ്രൂട്ട്സ് ഐറ്റങ്ങളൊക്കെ ഇവിടെയാണ് നടാൻ പോകുന്നത്. കണ്ടോ, ഇവിടെ ആകുമ്പോൾ നല്ല വെയിൽ കിട്ടും. ഈ ഭാഗത്താണ് ഫ്രൂട്ട്സ് ഐറ്റങ്ങൾ നടാൻ പോകണം. അതിലേക്ക് വേണ്ടിയുള്ള കുഴികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തയ്യാറാക്കുന്ന വീരനെ കാണണ്ടേ, ഇതാ വരുന്നു. ഇതെല്ലാം തയ്യാറാക്കാൻ പോകുന്ന വിദ്വാൻ. റോസ് നടാനുള്ള ചെടിച്ചട്ടിയൊക്കെ ഒരുങ്ങി. കണ്ടോ, ഇത്രയും ചെടിച്ചട്ടിയാണ്. ഇതാ റോസ. അത് നമ്മൾ കട്ട് ചെയ്ത് ഇതിലോട്ട് നടാൻ പോവുകയാണ്. വിപുലമായ രീതിയിൽ തന്നെ ചെടി കട്ട് ചെയ്ത് നടാൻ പോവുകയാണ്. കണ്ടോ, പ്ലാവ് നടാൻ പോവുകയാണ്. കണ്ട, ആഴത്തിൽ ഇതുപോലെ കുഴിയെടുക്കണം ആദ്യം. അതിനുശേഷം കരിയില നിറയ്ക്കണം. കരിയിലിട്, നല്ല പൊടിഞ്ഞ കരിയിലാണ്. കണ്ട, നല്ല വളമായി. കരിയില കുറേ നിറയ്ക്കണം. 4 ഭാഗത്തോളം കരിയില നിറയ്ക്കണം. എന്നിട്ട് മണ്ണിടണം. മണലടങ്ങിയ നല്ല മണ്ണാണ്. കണ്ട, എന്നിട്ട് കോഴിക്കാര നമ്മളെല്ലാവരും കൂടെ ചേർന്നാണ് ഇത് നടണത്. എന്തായാലും നല്ല രീതിയിൽ കൃഷി ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടന്നത്. കോഴിക്കാര ഇട്ടു, ചാണകപ്പൊടി ഇടാം. അടുത്ത് നമുക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. ചാണകപ്പൊടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും കുറച്ച് കരിയിലയിട്ട് മണ്ണിട്ടിട്ട് നമ്മൾ പ്ലാന്തേ നടാൻ പോകുന്നു. 1 വർഷം കഴിയുമ്പോൾ എന്തായാലും ഇത് കാച്ച് കിട്ടും. ഞാനിതുപോലെ നട്ട് 1.5 വർഷമായപ്പോൾ തന്നെ എൻ്റെ പ്ലാവ് കാച്ച്. ഇത് ഇത്തിരി വലിയ പ്ലാവാണ്. കണ്ട, വലിയ മൂടാണ്. കണ്ട, ഇത് നല്ല വിലയുമാണ്. പക്ഷെ പെട്ടെന്ന് കായ്ക്കും കേട്ടോ. ഇപ്പം തന്നെ ഏകദേശം ഒരു 5 മാസത്തിൽ കൂടുതൽ വളർച്ച ഉണ്ടെന്ന് തോന്നുന്നു. അത് കാരണം ഇത് പെട്ടെന്ന് കായ്ക്കും. വീണ്ടും പൊടിഞ്ഞ നല്ല പരുവത്തിനുള്ള കരിയില ഇട്ടു. വീണ്ടും കുറച്ച് മണ്ണൂടെ ഇടും. മണ്ണിട്ടതിന് ശേഷം നമ്മൾ പ്ലാവിനെ അറുത്ത് അതിലോട്ട് വയ്ക്കും. ചകിരിപ്പൊടി ഇട്ടതിന് ശേഷം മാവിൻ്റെ സൈഡ് അറുത്ത് ഇതിലോട്ട് ഇറക്കി വെച്ചു. ഇനി മണ്ണിട്ടതിന് ശേഷം മീതെ കുറച്ച് വേപ്പും പിണ്ണാക്ക്, വേപ്പും പിണ്ണാക്ക്, സൂഡോമോണസ്, എല്ലുപൊടി, വളക്കൂട്ട് എല്ലാം കൂടെ ചേർത്തിട്ട് കൊടുത്താൽ അടിപൊളിയായി പ്ലാവ് നടലേ. കണ്ട, എന്തായാലും 1 വർഷം കഴിയുമ്പോൾ ചക്ക കായ്ച്ച് നിങ്ങൾക്ക് കാണിച്ചു തരും. ചക്ക പറിച്ച് നമ്മൾ തിന്നിരിക്കും. മിക്സ് ചെയ്യാം. ചാക്ക്
നടിയലും കഴിഞ്ഞു, മഴയും തുടങ്ങി. കണ്ടോ, അത്രയും നട്ടു, മഴയും തുടങ്ങി, നമ്മുടെ പരിപാടിയും തീർന്നു. കണ്ടോ, എല്ലാം നട്ട് കഴിഞ്ഞു. അങ്ങനെ എല്ലാം നട്ട് പൂന്തോട്ടം ഒരുങ്ങി കഴിഞ്ഞു. കണ്ടോ, നമ്മുടെ പയ്യൻ്റെ പണിയും കഴിഞ്ഞു. ഇനിയൊരു വീഡിയോയുമായി ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരെ ബായ്.